നെല്ല് സംഭരണത്തിൽ കിഴിവ് കൊള്ളയുടെ പേരിൽ ഇക്കുറിയും കുട്ടനാട്ടിൽ കർഷകരുടെ പ്രതിഷേധവും സമരവും കനക്കുകയാണ്. ദീർഘമായ കാലയളവ് സംഭരണ തയ്യാറെടുപ്പിന് കിട്ടുമെങ്കിലും പലയിടങ്ങളിലും നെല്ല് സംഭരണം വൈകുകയാണ്. മഴയെ പേടിച്ച് പാടശേഖരങ്ങളിൽ കൊയ്തിട്ട നെല്ലിന് കാവലിരിക്കേണ്ട ഗതികേടിൽ ദുരിതജീവിതം നയിക്കുകയാണ് കർഷകർ. കൊയ്ത്തു കഴിഞ്ഞ വിവിധ പാടശേഖരങ്ങളിലായി 1000 ലോഡിലേറെ നെല്ലാണ് കെട്ടിക്കിടക്കുന്നത്. മാസങ്ങൾ നീണ്ട അധ്വാനത്തിനൊടുവിൽ നെല്ല് വിളഞ്ഞു കിട്ടിയെങ്കിലും കുട്ടനാട്ടിലെ കർഷകന്റെ നെഞ്ചിൽ ആദിയാണ്. കൊയ്തിട്ട 100 മേനി വിളവിന് മുന്നിൽ ഉരുകി കാവലിരുന്ന് ദിവസം തള്ളി നീക്കുകയാണ് മണ്ണിൽ പണിയെടുക്കുന്ന കർഷകൻ. അമിത കിഴിവ് ആവശ്യപ്പെട്ട് നെല്ല് സംഭരിക്കാൻ കൂട്ടാക്കാത്ത മില്ലുകാരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ഇന്നലെ മങ്കൊമ്പ് പാടി ഓഫീസിൽ നടന്ന ഉപരോധം ഒരു ദിവസം നീണ്ടു. പാടി ഓഫീസും പരിസരവും സംഘർഷാന്തരീക്ഷത്തിലായതോടെ 4 പാടശേഖരങ്ങളിലെ നെല്ല് 3 കിലോ കിഴിവിന്റെ അടിസ്ഥാനത്തിൽ സംഭരിക്കാൻ തീരുമാനമായി. എന്നാൽ ഇനിയും വിവിധ പാടശേഖരങ്ങളിൽ നെല്ല് കെട്ടിക്കിടക്കുകയാണ്. ഇത് 1000 ലോഡിലേറെ വരും. ഈ സീസണിലും മില്ലുകാരുടെ കിഴിവ് കൊള്ളയാണെന്ന് കർഷകർ പറയുന്നു. ഞങ്ങൾക്ക് നെല്ല് 12 ദിവസമായിട്ട് കൊയ്ത്ത് കഴിഞ്ഞിട്ട് കിടക്കുകയാണ്. നെല്ലെടുക്കാനെതിരെ 5 മില്ല് ആദ്യം അലോട്ട്മെന്റ് ചെയ്ത് അതിൽ 4 മില്ലുകാരും പിന്മാറി. ആ 4 പേരും പിന്മാറിയിട്ട് ഈ പാടി ഓഫീസിൽ നിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല. വിന അനുവദിക്കുന്ന മില്ലുകാർ നെല്ല് വേണ്ടാന്ന് പറഞ്ഞത് ആ സ്പോട്ടിലോട്ട് പോകുന്ന നെല്ലൊന്നും കാണുന്നില്ല. നേരെ ഇക്കരെ 24,000 കായലുണ്ട്. അവിടെ 3 കിലോയ്ക്ക് കിഴിവ് എടുക്കുന്നു. നേരെ അക്കരെ ഞങ്ങൾക്ക് വരുമ്പോൾ 8 കിലോ കിഴിവ് ചോദിക്കുന്നു. അതാണ് കർഷകർ കൊടുക്കാൻ തയ്യാറല്ല. ഈ 3 കിലോ തന്നെ കൊടുക്കാൻ തയ്യാറല്ല. പിന്നെ ഈ കാലാവസ്ഥ മോശമായതുകൊണ്ട് ആ 3 കിലോ കൊടുക്കാൻ തയ്യാറാണ്, 8 കിലോ കൊടുക്കാൻ തയ്യാറല്ല. പാടി മാർക്കറ്റിംഗ് അധികൃതരും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തുന്ന ഗുണനിലവാര പരിശോധന അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് കർഷകർ. ഉദ്യോഗസ്ഥർ മില്ലുടകളുമായി ഒത്തുകളിക്കുന്നു എന്നും കർഷക വിരുദ്ധമായ പ്രവർത്തികളാണ് ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടാകുന്നതെന്നുമാണ് കർഷകർ പറയുന്നത്. ഇവിടുത്തെ ADO പറഞ്ഞ 12 ദിവസമായിട്ട് കിടക്കുന്ന ഈ നെല്ല് സംഭരിക്കുന്നില്ല എന്ന് പുള്ളി അറിയുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ് ഇവർ ഈ ഉദ്യോഗസ്ഥരായിട്ട് ഇവിടെ ഇരിക്കുന്നുള്ളതാണ്? ഇവരാണ് അലോട്ട് ചെയ്യുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും, പക്ഷേ അവർ അത് അറിയുന്നില്ല എന്നാണ് പറഞ്ഞത്. അത് ഇവർ മില്ലുകാരുമായിട്ട് കാശ് വാങ്ങിച്ചുകൊണ്ട് ഒരു ധാരണയിൽ പോവുകയാണ്. കൃഷിക്കാരന് വേണ്ടിയിട്ടല്ല ഇവർ പ്രവർത്തിക്കുന്നത്. ഇവർ തീർച്ചയായിട്ടും അടിയന്തര നടപടികൾ സ്വീകരിക്കണം. അതിന് മേലെ ഇനി കളക്ടറോ അല്ലെങ്കിൽ മന്ത്രിയോ ഉൾപ്പെടെയുള്ളവരെ അടിയന്തരമായിട്ട് മന്ത്രി ഈ പ്രദേശം സന്ദർശിക്കേണ്ടതാണ്. ഇതുവരെയായിട്ട് സന്ദർശിച്ചിട്ടില്ല. ഇനിയും കൊയ്യാൻ കിടക്കുന്ന പാടങ്ങളിലാണെങ്കിൽ വളരെ മോശമായിട്ട് ഉപ്പുവെള്ളം വളരെ രൂക്ഷമായ ഉപ്പുവെള്ളത്തിൻ്റെ കെടുതി അനുഭവിച്ച സ്ഥലങ്ങളാണ്. അവിടെ ഇനിയും വരുമ്പോഴത്തേക്ക് ഇതിനൊക്കെ അപ്പുറമായിരിക്കും. പക്ഷേ ഈ സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ച ഇതിനെ ഇവിടെ നിന്ന് സന്ദർശിക്കാനായിട്ട് മന്ത്രിയോ മറ്റുള്ള പ്രധാനപ്പെട്ട ആൾക്കാർ ആരും സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് വിചിത്രം. 1 ക്വിൻ്റലിന് 7 കിലോ നെല്ലാണ് സൗജന്യമായി വേണമെന്ന് മില്ലുകൾ വാശി പിടിക്കുന്നത്. കിഴിവിനെ ചൊല്ലി കർഷകരും മില്ലുകാരും തമ്മിലുള്ള തർക്കത്തിൽ സംഭരണം തടസ്സപ്പെടുകയും ഒത്തുതീർപ്പ് ചർച്ചകൾ വിജയിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതേസമയം നെല്ലിന്റെ ഗുണനിലവാര പരിശോധനയിലൂടെ പ്രശ്നത്തിൽ പരിഹാരം കാണാൻ ശ്രമം ആരംഭിച്ചതായി സപ്ലൈകോ അറിയിച്ചു. ഈ സീസണിലും മില്ലുടമകളുമായുള്ള തർക്കത്തിന്റെ പേരിൽ നഷ്ടം സഹിക്കേണ്ടി വരുന്നത് കർഷകർ മാത്രമാണ്. 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. മാസങ്ങൾ നീണ്ട കർഷകരുടെ അധ്വാനം അതെല്ലാം വെറുതെയാവും എന്ന് കാണുമ്പോഴുള്ള അവരുടെ പ്രതിഷേധം അതാണിപ്പോൾ നമ്മൾ കണ്ടത്. മഴയെ പേടിച്ച് കഴിയുകയാണിപ്പോൾ കർഷകർ. തങ്ങളുടെ ദുരിതത്തിന് എന്നറുതിയാകും എന്നാണ് ഇവരുടെ ചോദ്യം. ഇക്കൊല്ലം മാത്രമല്ല, ഇക്കൊല്ലം ഉപ്പിൻ്റെ അംശം ഇച്ചിരി കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ കൊല്ലം ഇതൊന്നും അല്ലായിരുന്നു. തലമുറക്ക് ഷട്ടർ മുഴുവൻ ഇറങ്ങുമായിരുന്നു. കൃഷി ഉദ്യോഗസ്ഥന്മാരിന് ഒരു അനങ്ങാമ്പാറ നയമാണ് നടപ്പിലാകുന്നത്. അവർ ഭയങ്കര ഡിലേ ടാക്ടിക്സാണ്. കർഷകരുടെ നല്ല നെല്ല് മുൻ വർഷത്തെ അപേക്ഷിച്ച് നല്ല നെല്ല് ഒരു 10-12 ദിവസങ്ങളായിട്ട് പാടശേഖരങ്ങളുടെ വരമ്പുകളിലും പാടങ്ങളിലും കിടക്കുകയാണ്. പരിഹാരം ഉണ്ടാകാതെ തീരുമാനമാകാതെ എത്ര ഇരട്ടിയാലും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനും ഞങ്ങൾ പിന്മാറത്തില്ല. അറസ്റ്റ് ചെയ്താൽ ഞങ്ങൾ അവിടെ നിരാകാരം അനുഷ്ഠിക്കും. യാതൊരു മാറ്റവുമില്ല. ഞങ്ങൾക്കിത് ഇനി മുന്നോട്ട് പോകാനൊക്കത്തില്ല. കൊയ്തിട്ട് 10 ദിവസം 12 ദിവസമായി നെല്ല് അവിടെ കിടക്കുന്നത്. ഇവർ ക്വാളിറ്റി ചെക്കിംഗ് പറഞ്ഞൊരു പരിപാടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുക.